വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഞാൻ ഇന്നിവിടെ വന്നത് രണ്ട് തരത്തിലുള്ള ചട്നി ആയിട്ടാണ്. ഒരു മല്ലിയില ചട്നിയും ഒരു തേങ്ങാ ചട്നിയും. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മല്ലിയില ചട്നി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല റോസ്റ്റഡ് ചന ദാൽ, 2 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് അരയ്ക്കേണ്ടതെന്ന് നോക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ടിട്ടുണ്ട്, പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് ഞാൻ മല്ലിയില അരിഞ്ഞതിടുന്നുണ്ട്, 2 പച്ചമുളക്. നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ തൈര്. ഞാനിത് പുളിയില്ലാത്തതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഉപ്പിട്ടിട്ട് ഇനി നന്നായി അരച്ചിട്ട് വരാം. അപ്പോൾ റെഡിയായ ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തേങ്ങ ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 3 ഗ്രീൻ ചില്ലി, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ, കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 1 റെഡ് ചില്ലിയും. നമുക്കിതിനായിട്ട് ആദ്യം ഈ പച്ചമുളകിനെയും കടലപ്പരിപ്പിനെയും എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയിട്ട് വേണം ഇടാൻ, ഇല്ല എങ്കിൽ തെറിക്കും. അതുകൊണ്ട് കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളക് ഏകദേശം റെഡിയായി, നമുക്കിത് മാറ്റാം. ഇനി അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ടിട്ട് നന്നായി വറുക്കാം, കരിയാതിരിക്കാൻ നോക്കണേ. അപ്പോൾ കടലപ്പരിപ്പ് ആയിട്ടുണ്ട്, അത് നമുക്ക് ചേർത്തി ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ നല്ലോണം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വറുത്തിടാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പോഴാണ് അതിനൊരു ഫ്ലേവർ കിട്ടുക. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പിടാം. ഇവിടെ വെളുത്ത ഉഴുന്നുപരിപ്പാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അതിടുന്നത്. കരിവേപ്പിൻ്റെ ഇലയും മുളകും കൂടി വറുത്തിട്ടിട്ട് ഇടാം. അപ്പം നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാട്ടോ. അപ്പം നമ്മുടെ 2 ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്